ഏവർക്കും വൃന്ദാവനത്തിന് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വിഷുഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്ത് ഫലമാണ് അനുഭവത്തിൽ വരിക, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മേടരാശിയിലാണ് ഇപ്പൊ വ്യാഴത്തിന്റെ സ്ഥിതി അല്ലേ. മെയ് 1 ശേഷം അത് എങ്ങോട്ടാവും? ഇടവൻ രാശിയിലേക്കാവും. അതുപോലെ തന്നെ ശനി എന്ന് പറയുന്നത് കുംഭൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ രാഹു മീനം രാശിയിലുമാണ് സഞ്ചരിക്കുന്നത്. ഇപ്പൊ പൊതുവെ വിഷുഫലത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ടല്ലോ. ഒരു മേജർ ആയിട്ട് ട്രാൻസിറ്റ് ഇത് മൂന്നുമാണ്. അപ്പം നമുക്ക് അധികം താമസിക്കാതെ നമ്മുടെ വിഷുഫലത്തിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ. കന്യരാശിയാണ്. കന്യരാശിക്കാർക്ക് അഥവാ കന്നിക്കൂറുകാർക്ക് തൊഴിൽ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ തൊഴിൽ ഭാരമൊക്കെ കൂടി വർദ്ധിച്ചു വരുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റും. പ്രശ്നങ്ങളൊക്കെ ഒന്ന് സമാധാനത്തിലേക്ക് എത്താൻ ചാൻസ് ഉള്ള വർഷമാണ് വിഷുക്കാലം എന്ന് പറയുന്നത്. സാലറി സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയ ഹൈക്ക് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. നമുക്ക് നമ്മുടെ കൊളീഗ്സിനെയും റെസ്പെക്ട് ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. അത് നിർബന്ധമാണ്. ചിലവർ, എല്ലാവരും അങ്ങനെ തന്നെയല്ല, ചിലവര് നമ്മുടെ കൊളീഗ്സിന് അല്ലെങ്കിൽ നമ്മുടെ കീഴുദ്യോഗസ്ഥരെയൊക്കെ ഭയങ്കരമായിട്ടും ഹാർഷായിട്ട് പെരുമാറുന്നതായിട്ട് ഫീൽ വരും കീഴുദ്യോഗസ്ഥർക്ക്. സോ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കും. സോ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൊളീഗ്സിനെയും നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഈ ഒരു വർഷക്കാലം. സോ നിങ്ങൾക്ക് അതിനുള്ള ബെനിഫിറ്റ് അവർ തരും കേട്ടോ. നമുക്ക് വർക്ക് പ്രഷർ, വർക്ക് ലോഡൊക്കെ കൂടും, റെസ്പോൺസിബിലിറ്റി കൂടും. സോ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നല്ലൊരു ഗുഡ് ഫെയ്ത്തോടെ എല്ലാം നോക്കി കാണാൻ ശ്രമിക്കുക. ഒരു പോസിറ്റീവ് എനർജിയോടെ ഇതെല്ലാം നോക്കുക. മടി നിർബന്ധമായിട്ടും മാറ്റണം. മടി ഉണ്ടാവും, മടി എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് മാറ്റണം. കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി പ്രത്യേക ആയിട്ട് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അതുപോലെ കുടുംബത്തിൽ ഐക്യം, സമാധാനമൊക്കെ വർദ്ധിക്കുന്ന സമയം തന്നെയായിരിക്കും. മംഗള വാർത്തകളൊക്കെ കേൾക്കാൻ യോഗമുള്ള സമയമാണ്. എടുത്തിയാട്ടം എന്ത് ചെയ്യണം, നമ്മള് എടുത്തിയാട്ടം കുറയ്ക്കണം. എടുത്തിയാട്ടമൊക്കെ ഉള്ളവർ എന്ത് ചെയ്യണം, ഒന്ന് കുറയ്ക്കണം. വാഹന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. സന്താന യോഗം പറയാവുന്ന സമയമാണ്. നമ്മൾ എന്ത് ചെയ്യാം, ബാധ്യതകളൊക്കെ ഒന്ന് കുറയ്ക്കാൻ പ്രത്യേകമായിട്ട് ഫോക്കസ് ചെയ്യുക. കടങ്ങളൊക്കെ നമ്മള് ഇന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പേപ്പറും പേനും എടുക്കുക, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുക്കുക. ചെറിയ ബുക്ക് എടുത്താൽ നിങ്ങൾ വാങ്ങിയിട്ടുള്ള കടം എത്രയാണ്, നിങ്ങൾ കൊടുക്കേണ്ട ഡേറ്റ് ഇന്ന്, ഡ്യൂ ഡേറ്റ് ഇന്നതാണ്, ഡ്യൂ ഡേറ്റ് എത്ര കഴിഞ്ഞു, ഡ്യൂ ഡേറ്റിന് മുമ്പ് എത്രയുണ്ട്, ഇതൊക്കെ ഒന്ന് കറക്റ്റ് പ്ലാൻ ചെയ്ത് എത്ര എമൗണ്ട് കൊടുക്കാനുണ്ട് എല്ലാം പ്ലാൻ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ എങ്ങനെ നമുക്ക് ഓരോന്നിനും ഡെപ്റ്റ് അടിച്ചടിച്ച് എന്ത് ചെയ്യാം, ഡെപ്റ്റ് 0 ആക്കി മാറ്റാം, അല്ലെങ്കിൽ മാക്സിമം മിനിമത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെയാണ് എന്ന് പക്ക പ്ലാൻ ഉണ്ടാക്കുക, സ്ട്രാറ്റജി ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ചെലവുകളൊക്കെ വരുമ്പോൾ ആ സാലറി കിട്ടുമ്പോൾ തന്നെ ഈ ഡെപ്റ്റുകൾ നിങ്ങൾ പ്ലാൻ ചെയ്ത രീതിയിൽ അത് അടിച്ചു തീർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് കുറച്ച് ബോണസ് എക്സ്ട്രാ കിട്ടി. സോ നിങ്ങൾ എന്ത് ചെയ്യുക, എന്റർടൈൻമെന്റ് ചെയ്തോളൂ, എന്റർടൈൻമെന്റ് ആവശ്യമാണ്. ബട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡെപ്റ്റും അടിച്ചു തീർക്കണം എന്നൊരു ഉദ്ദേശം നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സോ അത് ചിന്തിച്ച് മാത്രം നിങ്ങൾ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശത്രുക്കളൊക്കെ വർദ്ധിച്ചു വരാൻ ചാൻസ് കൂടിയ സമയമാണ്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കണ്ണോടെ തന്നെ നോക്കണം. ബട്ട് അവരുടെ മുമ്പിൽ പോയി നീ എന്റെ ശത്രു അല്ലേ, നിങ്ങൾ ഡൗട്ട് ചോദിച്ചു നിൽക്കുന്നുണ്ട്, നിങ്ങൾ നോക്കി കണ്ട് നിന്ന് പെരുമാറിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പഠന കാര്യങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യണം, ഫോക്കസ് ആയിട്ടിരിക്കണം. മെമ്മറി ഒക്കെ കുറയാൻ ചാൻസ് കൂടിയ സമയമാണ്. ഓർമ്മശക്തി കുറഞ്ഞതായിട്ടൊക്കെ വിദ്യാർത്ഥികൾ പറയുന്നതായിട്ട് പറയാം. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ മെമ്മറി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. മൈൻഡ് ഗെയിമിങ്, അതുപോലെ ബ്രെയിൻ ഗെയിം ഒക്കെ കളിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ബ്രെയിനിനെ പവർ കൂട്ടാൻ, ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ യാത്രകളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും കേട്ടോ. ഇത്രയാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെ ഫലം എന്ന് പറയുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തോ, നമ്മുടെ വാട്സപ്പിലോ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വിലയായിട്ട് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിപ്പം 20K കഴിഞ്ഞല്ലേ, നമ്മള് 25Kയിലേക്ക് എത്താൻ പോവാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അതുപോലെ തന്നെ വിഷുഫലത്തിൽ ഗുണദോഷ ഫലങ്ങളൊക്കെ ഉണ്ട്, ഗുണഫലങ്ങൾ ദോഷഫലങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക.
നല്ലത് ചെയ്താൽ നല്ലത് തന്നെ കിട്ടും. ബട്ട് അതിന് കുറച്ച് ഡിലേസ് ഒക്കെയാണ് ഇത് വരുത്താൻ പറ്റുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കളയാതെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ആത്മവിശ്വാസം പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. നമ്മൾ എന്താണ് നമുക്ക് പൂർണ്ണമായിട്ടൊരു ബോധ്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും കേട്ടോ. സോ നമ്മൾ എന്താണ് മനസ്സിലാക്കുക, നമ്മൾ ആരാണ് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക, നമുക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതെന്ന് മനസ്സിലാക്കുക. നമ്മളനുസരിച്ച് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. നമുക്ക് നല്ല രീതിയിലായിട്ടൊരു വിജയത്തിലേക്ക് ഫോക്കസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എല്ലാവരും വിജയിക്കാൻ സാധിക്കുന്നേ. ഒത്തിരി ടെൻഷൻ അടിച്ച് നിങ്ങൾ അയ്യോ ഇത്ര കാലം മോശമായിരുന്നു, ഈ മോശം സമയമാണോ, ഇനിയിപ്പം ഉള്ള സമയം നല്ലതാണ്, ഇത്ര നാളും കുറച്ച് നാൾ നല്ലതായെങ്കിലും ചീത്ത ഫലങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കേട്ടോ. എന്നിട്ട് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ജീവിതം മുന്നോട്ട് നോക്കി കാണുക.